പൈത്തൺ മാനോ.py മൈഗ്രേറ്റ് അടിച്ചു കഴിഞ്ഞപ്പം കുറെ കാര്യങ്ങൾ വന്നു. ഓപ്പറേഷൻസ് ടു പെർഫോം, റണ്ണിങ് മൈഗ്രേഷൻ, കണ്ടന്റ് ടൈപ്പ് ഡോട്ട് ഇനിഷ്യൽ, ഓട്ട് ഡോട്ട് ഇനിഷ്യൽ. അതെന്താന്ന് വെച്ചാൽ അവിടെ നിൽക്കട്ടെ. മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റാബേസിൽ വരുത്തുന്ന ചേഞ്ചസ് ആണ് എന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസിൽ വരുത്തുന്ന ചേഞ്ചസ് ആണ്. അതെങ്ങനെ എന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഓക്കെ, സോ ഡേറ്റാബേസിൽ വരുത്തുന്ന കുറച്ച് ചേഞ്ചസ് ആണ് മൈഗ്രേഷൻസ്. അത് കുറച്ചെണ്ണം വരുത്താൻ ഓൾറെഡി ഉണ്ടായിരുന്നു. ജാഗ് ഇൻസ്റ്റാൾ ചെയ്ത് ഫസ്റ്റ് ടൈം തന്നെ 18ഓളം മൈഗ്രേഷൻസ് വരുത്താനുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ റൺ ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റൺ സെർവർ അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ എറേഴ്സ് ഒന്നും ഇല്ല. നമുക്ക് ആസ് യൂഷ്വൽ ഈ പേജ് കിട്ടുന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ ആഡ് ഓൺ ചെയ്യാണ്. നമ്മൾ 127.0.0.1 എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മളിവിടെ google.com എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് കണ്ടുപിടിക്കും. സോ ഫോർ എ നീറ്റ്നെസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ലോക്കൽ ഹോസ്റ്റ് എന്ന ടേമാണ്. ലോക്കൽ ഹോസ്റ്റ് എന്ന നെയിം ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സ്വന്തം സിസ്റ്റം, അതായത് ഏത് സിസ്റ്റം റൺ ആവുന്നോ ആ സിസ്റ്റത്തിലോട്ട് തന്നെ പോയിന്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ലോക്കൽ ഹോസ്റ്റ് എന്ന സിസ്റ്റം ചെയ്ത് കഴിയുമ്പോഴും ഇതിന്റെ കറസ്പോണ്ടിങ് IP അഡ്രസ് 127.0.0.1 ആണെന്ന് മനസ്സിലാവുകയും അത് സ്വന്തം സിസ്റ്റത്തിലോട്ട് പോവുകയും ചെയ്യും. ഇവിടെ എന്താണ് ഈ 8,000 കോളൻ 8,000 എന്ന് പറഞ്ഞൊരു ടേം കണ്ടു. ഞാനിവിടെ പറഞ്ഞു ഓൾറെഡി ഗൂഗിളിലെ കേസ് വന്നു കഴിയുമ്പം ഗൂഗിളിൽ ഓൾറെഡി google.com കോളൻ 8,000 അല്ലെങ്കിൽ 80 എന്ന് പറയുന്നതാണ് ഡിഫോൾട്ട് പോർട്ടിലോട്ട് പോകുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു വെബിന്റെ ഡിഫോൾട്ട് പോർട്ട് എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ഡെവലപ്മെന്റ് നമ്മുടെ സിസ്റ്റത്തിൽ ഒരേ സമയം നെറ്റ് ഉപയോഗിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണും. നമ്മൾ ഒരേ സമയം ഗൂഗിൾ ക്രോമിൽ നിന്നും ഫയർഫോക്സിൽ നിന്നും നമ്മുടെ പൈത്തൺ സ്ക്രിപ്റ്റിൽ നിന്നും നെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ google.com എന്ന് പറയുന്ന സാധനം ഒരു സൈറ്റിന്റെ കണ്ടന്റ് റിക്വസ്റ്റ് ചെയ്ത് അവിടെ പോയി തിരിച്ചെടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഇത് ഏത് ആപ്ലിക്കേഷനാണ്, നെറ്റ് ഉപയോഗിക്കുന്ന 3 ആപ്ലിക്കേഷൻ ഉണ്ട്, ഇതിൽ ഏത് ആപ്ലിക്കേഷനാണ് റിക്വസ്റ്റ് ചെയ്തത് എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, നമ്മുടെ കയ്യിൽ IP അഡ്രസ് ഉണ്ടായിരുന്നുണ്ട്, ഏത് സിസ്റ്റത്തിൽ നിന്ന് റിക്വസ്റ്റ് വന്നത് കണ്ടുപിടിച്ച് സിസ്റ്റത്തിന്റെ പടിവാതിക്കൽ വരെ ഗൂഗിളിന്റെ റെസ്പോൺസ് ഒന്നും നിൽപ്പുണ്ട്. പക്ഷെ അത് ഏത് ആപ്ലിക്കേഷനാണ് കൊടുക്കേണ്ടത്, അത് ആ ഒരു ഇഷ്യൂ ഫിക്സ് ചെയ്യാനായിട്ട് ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷന് നെറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് ചോദിച്ചിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പോർട്ട് എന്ന് പറയുന്നത് 0 to 65,500 വരെയുള്ള 535 വരെയുള്ള പോർട്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പോർട്ട് ഡെവലപ്മെന്റ് പർപ്പസിന് നമ്മൾ യൂഷ്വലി എടുക്കുന്നത് ബാക്ക് എൻഡിൽ എടുക്കുന്ന ഒരു പോർട്ടാണ് 8,000 അല്ലെങ്കിൽ 8,080. അതല്ലാന്നുണ്ടെങ്കിൽ 9,000, 9,001, 3,000 ഒക്കെ ഉള്ള കോമൺ പോർട്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ 8,000 എന്ന് പറഞ്ഞ പോർട്ട് നമ്മൾ യൂസ് ചെയ്തത് എന്താണ്, ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു പോർട്ടാണ്. സോ നമ്മൾ നമ്മുടെ സ്ക്രിപ്റ്റ് പൈത്തൺ മാനോ.py എന്ന് പറഞ്ഞ കമാൻഡിൽ റൺ ചെയ്യുന്ന സമയത്ത് ഫ്രീ ആയിട്ട് കിടന്നിരുന്ന 8,000 എന്ന് പറഞ്ഞ പോർട്ട് എടുത്തിട്ട് അത് മുഖേനയാണ് നമ്മൾ റിക്വസ്റ്റ് നമ്മൾ ഒരു സെർവറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ മുമ്പേ നമ്മൾ പറഞ്ഞു ഗൂഗിളിലോട്ട് റിക്വസ്റ്റ് ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി തിരിച്ചു വരുമ്പം ക്രോം ഒരു പോർട്ട് ഇത് ചെയ്തിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ക്രോമിൽ നിന്ന് google.com അടിക്കുമ്പം നേരെ എവിടെ പോകുന്നത്, ഗൂഗിളിലോട്ട് റെസ്പോൺസ് പോകുന്നതും തിരിച്ചു വരുമ്പോൾ അത് ഏത് പോർട്ടിൽ നിന്ന് വന്ന റിക്വസ്റ്റ് ആണോ ആ പോർട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആപ്ലിക്കേഷനിലോട്ടായിരിക്കും റെസ്പോൺസ് തിരിച്ചു പോകാം. രണ്ട് സൈഡിലും അതുപോലെ തന്നെ വേണം. അതായത് സെർവറിന്റെ സൈഡിലും ക്ലയന്റിന്റെ സൈഡിലും രണ്ടുപേർക്കും പോർട്ട് വേണം ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നെറ്റ് ഉപയോഗിക്കാൻ. അപ്പം നമ്മുടെ സെർവർ ഇവിടെ ഉപയോഗിക്കുന്ന പോർട്ടാണ് 8,000 എന്ന് പറയുന്നത്. ബ്രൗസറിൽ നിന്നുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു ഡൊമൈൻ നെയിമിൽ ബൈ ഡിഫോൾട്ട് 80 എന്ന് പറഞ്ഞ പോർട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ലോക്കൽ ഹോസ്റ്റ് എന്ന് കൊടുത്താൽ മതി. നമ്മൾ ഡിഫോൾട്ട് അല്ല 8,000 എന്ന് പറഞ്ഞ പോർട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇവിടെ എക്സ്ട്രാ കൊടുക്കണം. ആ പോർട്ടിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫൈൻ, അപ്പോൾ ഇവിടെ സെർവർ റണ്ണായി. ഞാൻ പുതിയൊരു ടെർമിനലിലൂടെ എടുക്കുകയാണ്, വർക്ക് ഓൺ. ഓക്കെ, നമ്മൾ മുമ്പേ ഒരു എന്താ പറയുന്നത് ഒരു വെർച്വൽ എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ വെർച്വൽ എൻവയൺമെന്റ് റാപ്പർ ഉണ്ടായിരുന്നുകൊണ്ട് MK വെർച്വൽ ENV എന്ന് പറഞ്ഞ എൻവയൺമെന്റ് എന്ന് പറഞ്ഞൊരു കമാൻഡ് വെച്ചിട്ടാണ് നമ്മൾ വെർച്വൽ എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്തത്. സോ നമുക്കിനി അടുത്ത വർക്ക് ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ഓൾറെഡി ഒരു പേരിൽ എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ എൻവയൺമെന്റിൽ കയറി വർക്ക് ചെയ്താൽ മതിയെങ്കിൽ സിംപ്ലി വർക്ക് ഓൺ സ്പേസ് ആ എൻവയൺമെന്റിന്റെ പേര്. ഓക്കെ, ആ എൻവയൺമെന്റിന്റെ പേര് നമ്മൾ ഓൾറെഡി RSMDT എന്നാണ് കൊടുത്തിരുന്നത്. അത് വെർച്വൽ എൻവയൺമെന്റ് റാപ്പർ എന്ന് പറഞ്ഞ പാക്കേജിന്റെ കമാൻഡാണിത്. ഓക്കെ, വെർച്വൽ എൻവയൺമെന്റ് റാപ്പർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ വർക്ക് ഓൺ എന്ന് പറഞ്ഞ കമാൻഡ് കിട്ടില്ല. അപ്പോൾ എന്താണ്, വർക്ക് ഓൺ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ആക്റ്റീവായി. ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് ശരിക്കും ഇവന്റ് എന്ന് പറഞ്ഞ ടേബിൾ അല്ലെങ്കിൽ ഇവന്റ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ ആദ്യം പറഞ്ഞു കാറ്റലോഗ് അല്ലെങ്കിൽ എന്താ പറയുക
ഒരു ഇ കൊമേഴ്സിന്റെ സൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കാറ്റലോഗ് ഹാൻഡിൽ ചെയ്യാൻ തന്നെ ഒരുപാട് ഫയൽസ് കാണും, ഓർഡേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് ഫയൽസ് കാണും. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഓരോന്നിനും ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും, ഓരോന്നിനും ഓരോ കുഞ്ഞു കുഞ്ഞു ആപ്പായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിലെ ആപ്പ് പോലെ പോകേണ്ട, ഒരു ഫോൾഡറിനകത്ത് ഒന്നിച്ച സാധനങ്ങളെല്ലാം എഴുതിയിട്ടിരിക്കുക, ഇത്ര മാത്രമുള്ള ഒരു ആപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഏതൊരു ജാങ്കോ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ആപ്പ് ആയിട്ട് വേണം അത് എഴുതപ്പെടാൻ. എങ്ങനെ ആപ്പ് ക്രിയേറ്റ് ചെയ്യും? നമ്മുടെ ഒരു ഹെൽപ്പർ ഉണ്ട്, ഒരു അസിസ്റ്റന്റ് ഉണ്ട്, manage.py എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവനോട് പറയുക സ്റ്റാർട്ട് ആപ്പ്, ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുക. എന്താ ആപ്പിന്റെ പേര്? ഇവന്റിനെ മാനേജ് ചെയ്യാനായിട്ട് ഒരു ആപ്പ്. ഓ, ഞാൻ ഇവിടെ കാണിക്കാൻ മറന്നു, ഇവിടെ ഓൾറെഡി ഇവന്റ് എന്ന് പറഞ്ഞൊരു ടേബിൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും, ഒരു ആപ്പ് ക്രിയേറ്റ് ആയി. നമ്മൾ പൈസാമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൈസാമ എന്ന് പറയുന്ന ഐ ഡി ആണ്, അത് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി ആ ഫോൾഡർ വന്നു, ഇവന്റ് എന്ന് പറഞ്ഞാൽ. ഇവന്റ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് ഇവിടെ കിടക്കുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനിടയ്ക്ക് db.sqlite3 എന്ന് പറഞ്ഞ പുതിയൊരു ഫയൽ വന്നിട്ടുണ്ട്. ഈ ഫയലിന്റെ പേര് ഞാൻ എവിടെയെങ്കിലും കണ്ടായിരുന്നു? വെയിറ്റ് വന്നു, ആർട്സ് മാനേജ്മെന്റ് സിസ്റ്റം settings.py, ഇതിനകത്ത് ഡേറ്റാബേസ് db.sqlite3, നമ്മുടെ ബേസ് ഡയറക്ടറിക്കകത്ത് db.sqlite3 എന്ന് പറഞ്ഞ പേരിലായിരിക്കും നമ്മുടെ ഡേറ്റാബേസ് ഇരിക്കുന്നത്. ഞാൻ ആദ്യം ഡേറ്റാബേസിന്റെ ലിസ്റ്റിന്റെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫയലിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡേറ്റാബേസ് ഉണ്ട്, അതിന്റെ പേര് SQLite3 എന്നാണ്. ജാങ്കോ ഡിഫോൾട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത് SQLite3 എന്ന് പറഞ്ഞൊരു ഫയലാണ്. കാരണം എന്താണ്, അത് ഫയലിലാണ് സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ. MySQL പോലെ ആപ്ലിക്കേഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ആയിരുന്നു. ഫസ്റ്റ് ടൈം നമ്മൾ റൺ ചെയ്തപ്പോൾ തന്നെ വന്നിട്ടുണ്ടാവും. ഫസ്റ്റ് ടൈം റൺ ചെയ്തപ്പോൾ തന്നെ db.sqlite3 എന്ന് പറഞ്ഞൊരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഫയല് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫയല് ഞാൻ ശരിക്കും ഒരു DB ബ്രൗസർ ഫോർ SQLite3 എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് എനിക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഈ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇത് ഒരു SQLite3 ബ്രൗസർ ഉള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലായി. ഇതൊരു ടേബിളാണ്. ഈ ടേബിളിനകത്ത് ഓൾറെഡി 11 ഇതൊരു ഡേറ്റാബേസ് ആണ്. ആ ഡേറ്റാബേസിനകത്ത് ഓൾറെഡി 11 ടേബിൾസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓത്ത് ഗ്രൂപ്പ്, ഓത്ത് പെർമിഷൻ, ഓത്ത് യൂസേഴ്സ്, ജാങ്കോ അഡ്മിൻ ലോഗ്, ജാങ്കോ മൈഗ്രേഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ വാട്ട്സ് ദിസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, നമുക്ക് ജാങ്കോയിൽ ഡിഫോൾട്ട് ആയിട്ട് ഒരു യൂസർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ യൂസർ എന്ന് പറയുന്ന ടേബിൾ ഇതാണ്. ആ യൂസർ എന്ന് പറയുന്ന ടേബിളിന്റെ പേര് ഓത്ത് യൂസർ എന്നാണ്. അതിന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ID ഉണ്ട്, ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, ഇമെയിൽ ഉണ്ട്, യൂസർ നെയിം ഉണ്ട്, പാസ്വേഡ് ഉണ്ട്, ഈ സൂപ്പർ യൂസർ ഉണ്ട്, ഈസ് ആക്റ്റീവ് ഉണ്ട്. അതുകൂടാതെ ഡേറ്റ് ജോയിൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് ടൈം ഫീൽഡ് ഉണ്ട്, അത് എന്നാ ജോയിൻ ചെയ്തതെന്നുള്ള കാര്യം. ലാസ്റ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് ടൈം ഫീൽഡ് ഉണ്ട്, ലാസ്റ്റ് എന്നാണ് ലോഗിൻ ചെയ്തതെന്നുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി. നമ്മളത് അതിനെപ്പറ്റി ഒന്നും ബോധർ ചെയ്യേണ്ട. പക്ഷേ ഇത്രയും കാര്യങ്ങളുണ്ടാവും. നമുക്ക് ആവശ്യമുള്ള പോലത്തെ ഒരു ഡേറ്റാബേസ് ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ യൂസർ ടേബിൾ നമുക്ക് യൂസ് ചെയ്യാം ഏതെങ്കിലും ഒരു യൂസറിന്റെ ഡേറ്റ വന്നു കഴിഞ്ഞാൽ. ഇതല്ലോ, ഇത് ഓരോന്നും ആ കോളത്തിന്റെ പേരാണ്. നമ്മളിവിടെ ഓൾറെഡി എടുത്തു വെച്ചിരുന്ന യൂസർ ടേബിളിലുള്ള കോളം എന്താണോ ആ കോളത്തിന്റെ പേരാണ്. ഇവിടെ കണ്ടോ, ഇതേപോലെ തന്നെയാണ്. ബ്രൗസ് ഡേറ്റ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓത്ത് യൂസർ എടുത്തു കഴിഞ്ഞാൽ ID, പാസ്വേഡ്, ലാസ്റ്റ് ലോഗിൻ, ഈ സൂപ്പർ യൂസർ, യൂസർ നെയിം കൊണ്ട് ഇങ്ങനെ കുറേ ടേബിൾസ് ഇറക്കാം. ആ ടേബിളിനകത്തോട്ട് ഒരു എൻട്രി വന്നു കഴിയുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ താഴോട്ട് എൻട്രി ആയിട്ട് 1 by 1 ആയിട്ട് എൻട്രി വന്ന് കിടക്കും. ഓക്കെ, അപ്പം ഇത്രയും ഫീൽഡ്സ് ആണ് അവിടെ ഉള്ളത്. ഫൈൻ. എനിവേ, നമുക്കിപ്പോൾ ഒരു സെർവർ കണ്ടു, നമ്മളിവിടെ ഒരു ആപ്ലിക്കേഷൻ കണ്ടു. ആപ്ലിക്കേഷൻ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തു, സ്റ്റാർട്ട് ആപ്പ് ഇവന്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇവന്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേരിൽ ഒരു ആപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പൈത്തൺ സ്റ്റാർട്ട് ആപ്പ് ഒരു ആപ്പ് നെയിം അടിച്ചു കഴിഞ്ഞാൽ ദ വെരി ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡു ഇസ് നേരെ സെറ്റിംഗ്സ് ഫയൽ ഓപ്പൺ ആക്കുക. ഓക്കെ, സെറ്റിംഗ്സ് ഫയൽ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം ഇൻസ്റ്റാൾ ആപ്സ് വരിക. ഇൻസ്റ്റാൾ ആപ്സിനകത്ത് ഇതൊരു ലിസ്റ്റാന്ന് കണ്ടു. ഈ ലിസ്റ്റിനകത്ത് എൻഡിലായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് എടുക്കുക. വെരി ഫസ്റ്റ് തിങ് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് അത് ഇൻസ്റ്റാൾ ആപ്സിനകത്തോട്ട് വന്ന് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അത് ആഡ് ചെയ്യാത്തിടത്തോളം കാലം ഈ ഒരു ഫോൾഡറിൻ്റെ ആപ്പായിട്ട് പൈത്തൺ കൺസിഡർ ചെയ്യില്ല. പൈത്തൺ അല്ല, ജാങ്കോ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ എന്താണ്,
ഇത് ആപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ആപ്പ് ആയിരിക്കണമല്ലോ. ഓക്കെ, ഇതെല്ലാം ആപ്പുകളാണ്. നമ്മളിപ്പം പൈത്തൺ manual.py സ്റ്റാർട്ട് ആപ്പ് ഇവന്റ് എന്ന് അടിച്ച പോലെ തന്നെ അടിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ആപ്പുകളാണ് അഡ്മിന്, ഓത്ത്, കണ്ടന്റ് ടൈപ്പ്, സെഷൻസ്, മെസ്സേജസ്, സ്റ്റാറ്റിക് ഫയൽസ്. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് മെല്ലെ പഠിക്കാം. ഇത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ ഇത് ഞങ്ങൾക്ക് പിന്നെ പറയാം, നമുക്ക് പിന്നെ പറയാം. എന്താ ജാങ്കോ കോൺട്രിബ് ഓത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷനാണ് ആക്ച്വലി, ഈ ഒരു ആപ്പാണ് ശരിക്കും യൂസറിന്റെ ഡേറ്റാസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. യൂസറിന്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉള്ള ആപ്പായിട്ട് ജാങ്കോ ഉണ്ടാക്കിയിരിക്കുന്ന ആപ്പ് ഈ ഒരു ആപ്പാണ്. ഒരു ഓട്ടോമേറ്റഡ് അഡ്മിൻ പാനൽ ഉണ്ടായി വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ശരിക്കും ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ജാങ്കോ ആ ഓട്ടോമേറ്റഡ് അഡ്മിൻ പാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓൺ ചെയ്തിടാം, അല്ലെങ്കിൽ ഓഫ് ചെയ്തിടാം. ഈ സെഷൻസ് നമുക്ക് ലോഗിൻ കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം മിഡിൽ വെയർ പോലത്തെ ഓരോ സാധനത്തിനും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാവും. നമുക്ക് മെല്ലെ അതിലോട്ടൊക്കെ വരാം. ഫൈൻ. അപ്പം സെറ്റിങ്സിൽ നമ്മൾ ഈ ആപ്പ് കൊണ്ടുവന്ന് ആഡ് ചെയ്തു കഴിഞ്ഞപ്പം ഇനിയും നമുക്ക് അറിയാനുള്ളത് ഈ ആപ്പിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമാണ്. മൈഗ്രേഷൻസ് എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഈ പൈക്യാഷ് ഇഗ്നോർ ചെയ്തേക്ക്. പൈക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈത്തൺ ഫയലിലൊരു ഫയൽ ക്യാഷ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നൊരു ഫോൾഡറാണ്. അതായത് ക്യാഷ് ഫയൽസ് അല്ല, നമ്മൾ എപ്പോഴും ഒരു പൈത്തൺ ഫയൽ റൺ ചെയ്യുന്ന സമയത്ത് ആ ഡയറക്റ്റ് തന്നെ റൺ ആവുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ x.py എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പൈത്തൺ സ്പേസ് x.py എന്ന് അടിച്ചു കഴിഞ്ഞാൽ x.pyc എന്നൊരു ഫയൽ ക്രിയേറ്റ് ആവും, ഒരു ബൈനറി ഫയൽ. ആ ബൈനറി ഫയലിന് ശേഷം ആ ഫയലായിരിക്കും എക്സിക്യൂട്ട് ആവുക. ഫൈൻ. അപ്പോൾ അങ്ങനത്തെ ഫയൽസ് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്ന PYC ഫയൽസ് സ്റ്റോർ ചെയ്യുന്ന ഫയൽസ് ഫോൾഡർ നെയിമാണ് പൈക്യാഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൈക്യാഷ് കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുക. അത് ജാങ്കോയുടെ ഭാഗമല്ല, പൈത്തൻ്റെ ഭാഗമാണ്. ഓക്കെ, ഡിലീറ്റ് ചെയ്താലും നോ പ്രോബ്ലം. മൈഗ്രേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിനകത്ത് init.py എന്ന് പറഞ്ഞ ഒരു empty ഫയൽ മാത്രമേ ഉള്ളൂ. എന്തിനു വേണ്ടി? അതിനൊരു പാക്കേജ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി. ഫൈൻ. സോ അടുത്ത നമുക്ക് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ admin.py ആണ്. admin.py എന്തിനു വേണ്ടിയാണ്? ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്കൊരു മോഡൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റാബേസ്. ഓക്കെ, നമുക്ക് ഓൾറെഡി ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഈ ഒരു ഡേറ്റാബേസിന്റെ കറസ്പോണ്ടിങ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അഡ്മിൻ പാനലിന്റെ ഫെസിലിറ്റി വേണം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ഫയലാണ് admin.py. നമ്മൾ ഓൾറെഡി ഇവന്റിന് വേണ്ടി ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ജാങ്കോ ഒരു ടേബിൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, ഒരു ക്ലാസ് എഴുതിയാൽ മതി. ആ ക്ലാസ് എഴുതുന്നത് models.py-ലാണ്. ഓക്കെ, ക്ലാസ് ഇവന്റിനകത്ത് ID എന്ന് പറഞ്ഞൊരു ഫീൽഡ്, ഫസ്റ്റ് നെയിം ഇവന്റ് വരുമ്പോൾ ടൈറ്റിൽ എന്ന് പറഞ്ഞ ഫീൽഡ്, ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഫീൽഡ് എന്നുള്ളത് ഓരോന്നും ക്ലാസിന്റെ അട്രിബ്യൂട്ട്സ് ആയിട്ട് നമുക്ക് എഴുതി പോകാം. അത് എഴുതുന്നത് ശരിക്കും models.py-ലാണ്. ഓക്കെ, അതിനുശേഷം ഇവന്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഡേറ്റാബേസിന്റെ ജാങ്കോയുടെ അഡ്മിൻ പാനലിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ admin.py-ക്ക് അത് കൊണ്ടുവന്ന് എഴുതി വെച്ചാൽ മതി. അതെങ്ങനെ എഴുതി വെക്കാമെന്ന് വെച്ചാൽ സിംഗിൾ ലൈൻ ഓഫ് കോഡേ ഉള്ളത് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ init.py എന്താണ് എന്നുള്ള കാര്യം അവിടെ ഒരു ബ്ലാങ്ക് ഫയൽ തന്നെയാണ് പാക്കേജ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി. എല്ലാ ഫോൾഡറിലും അത് വേണം. ഇനിയും apps.py എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഒരു ആപ്പല്ലേ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. പൈത്തൺ manual.py സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ആപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ആപ്പിന്റെ പേരും ആപ്പിന്റെ അത്യാവശ്യമുള്ള എന്തെങ്കിലും കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടി ജാങ്കോ ഉപയോഗിക്കുന്ന ഫയലാണ് apps.py. ഓക്കെ, ഇതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട. ഇതിൽ ഈ ഒരു പേരാണ് നമ്മൾ ശരിക്കും സെറ്റിങ്സിനകത്ത് കൊണ്ട് എഴുതി വെച്ചത്. ഓക്കെ, ഈ പേര് എവിടെ കിടക്കുന്നത്? ഇവന്റിനകത്ത്, ആപ്സിനകത്ത്, ഇവന്റ് കോൺഫിഗിനകത്ത് നെയിം എന്ന് പറയുന്ന വേരിയബിളാണ് ഈ പേര് കിടക്കുന്നത്. ഫൈൻ. അപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ ഇവിടെ ഇങ്ങനെ ഇവന്റ് എന്ന് കൊണ്ടുവന്ന് എഴുതി വെച്ചതിന് പകരം ഇവന്റ് ഡോട്ട് ആപ്സ് ഡോട്ട് ഇവന്റ് കോൺഫിഗ് ഡോട്ട് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവന്റ് കോൺഫിഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതൊരു കോൺഫിഗറേഷൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതേ ഡോട്ട് നെയിം എന്താണോ അതിവിടെ കൺസിഡർ ചെയ്തോളൂ. അപ്പം ഇത് നമുക്ക് ആപ്പിന് ഈ ഡയറക്റ്റ് ഇവന്റ് എന്ന് കൊടുക്കാം. ഇവന്റ് എന്ന് വെച്ചാൽ ആ പേര് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരല്ല, അവിടെ കൊടുത്തിരിക്കുന്ന പേര് apps.py-ക്കകത്ത് വന്നിരിക്കുന്ന പേരെന്താണോ അതോ, അല്ലെങ്കിൽ ആ ഒരു apps.py-യുടെ ക്ലാസ് ഏതാണെന്നുള്ള കാര്യമോ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഈ രണ്ട് രീതിയിൽ സെറ്റിംഗ്സിൽ ഇൻസ്റ്റാൾ ആപ്സിൽ പറഞ്ഞു കൊടുക്കാം.
ആസ് എ ഫ്രഷർ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ജാങ്കോ പഠിച്ചതിന് ശേഷം വലിയ ഇതിനകത്തോട്ട് മാറും. ഓക്കെ, ഫൈൻ. സോ ആപ്സ് ഡോട്ട് പി വൈ എന്താണെന്ന് കണ്ടു. പിന്നെ വരുന്നത് മോഡൽസ് ഡോട്ട് പി വൈ. മോഡൽസ് ഡോട്ട് പി വൈ ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് അങ്ങനെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫയലാണ്. സോ നമുക്കത് അടുത്ത വീഡിയോയിൽ, കമ്മിങ് വീഡിയോയിൽ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക. മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റാബേസ് ടേബിളിന് വേണ്ടിയുള്ള ക്ലാസ്സിനെയാണ് നമ്മൾ മോഡൽ എന്ന് പറയുന്നത്. മോഡൽ എന്ന് പറഞ്ഞ ടേം പലർക്കും കേട്ട് സുപരിചിതമുള്ള ഒരു ടേം ആയിരിക്കും. കാരണം ഓക്കെ, മെഷീൻ ലേണിങ്ങിനെ പറ്റിയൊക്കെ കേട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. മാത്സിനകത്താണെങ്കിലും മാത്തമാറ്റിക്സിനകത്താണെങ്കിലും ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാന്നായിരുന്നു നമ്മൾ പറയുന്നത്. ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ടെസ്റ്റ് ഡോട്ട് പി വൈ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ടെസ്റ്റ് കേസസ് എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാൻ വേണ്ടിയുള്ള ഫയലാണ് ടെസ്റ്റ് ഡോട്ട് പി വൈ. വ്യൂസ് ഡോട്ട് പി വൈ എന്ന് പറയുന്ന ഫയല് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമുക്ക് URLs ഡോട്ട് പി വൈ എന്ന് പറയുന്ന ഒരു ഫയലുണ്ട് അല്ലേ? എവിടെയാണ്? സെറ്റിങ്സിനകത്ത്, ഐ മീൻ മെയിൻ പ്രൊജക്റ്റ് ഫോൾഡറിനകത്ത് URLsനകത്ത് എന്താണ് മെയിൻ പ്രൊജക്ട് ഫോൾഡറിനകത്ത് URLs ഡോട്ട് പി വൈ. ഇവിടെ നമുക്ക് URL പാറ്റേൺസിനകത്ത് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും? എപ്പോഴും URL പാറ്റേൺസിനകത്ത് അഡ്മിൻ ഏത് URL വന്നു കഴിഞ്ഞാൽ ഏത് ക്ലാസ് ആണ് അല്ലെങ്കിൽ ഏത് വ്യൂ ആണ് ഓപ്പൺ ആവേണ്ടി എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന ഫങ്ഷൻസ് ഒക്കെ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പം URLsനകത്ത് കൊടുക്കേണ്ടുന്ന ഫങ്ഷൻസ് എന്നൊക്കെയാണോ ആ ഫങ്ഷൻസും ക്ലാസ്സസും എല്ലാം വ്യൂസിനകത്ത് കൊണ്ടുവന്ന് എഴുതി വെക്കുക. ഡേറ്റാബേസിൽ കണക്ട് ചെയ്യുന്ന മോഡൽസ് എല്ലാം ഇതിനകത്ത് കൊണ്ടുവന്ന് എഴുതി വെക്കുക. അഡ്മിൻ പാനലിലോട്ട് കണക്ട് ചെയ്യുന്ന സാധനങ്ങളെല്ലാം അഡ്മിനകത്തോട്ട് കൊണ്ടുവന്നിട്ട് വെക്കുക. ആപ്പിന്റെ കോൺഫിഗറേഷൻ, അതായത് ആപ്പിന്റെ ബിൽറ്റ് ഇൻ കോൺഫിഗറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഈ ഒരു ഫയലിനകത്താണ് ടെസ്റ്റ് കേസസ് എല്ലാം ഇതിനകത്ത് കൊണ്ടുവന്ന് എഴുതി വെക്കുക. അപ്പോൾ ഓരോ ഫയലിനും ഓരോ പ്രത്യേകത ഉണ്ട് അല്ലേ? ഇതുപോലെ ഇനിയും നമുക്ക് ഇഷ്ടംപോലെ ഫയൽസ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഫോംസ് എന്ന് പറയുന്നത് ഫോംസ് ഹാൻഡിൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമുക്ക് വഴിയെ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. ഓക്കെ, അപ്പം ഇതിൽ ടെസ്റ്റ് കേസസ് നിങ്ങൾക്ക് മിക്കവാറും ആവശ്യം വരുന്നൊരു ഫയലല്ല. സോ വി ക്യാൻ ഇഗ്നോർ ദാറ്റ്. ഓക്കെ, പിന്നെ അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫൈൻ. ഇനിയും ഞാൻ ഇവൻസിനകത്ത് ഏറ്റവും സിമ്പിളായിട്ട് ഒരു വ്യൂ എഴുതി കാണിക്കാൻ പോകണം. ഒരു വ്യൂ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്. ഒരു പർട്ടിക്കുലർ URL വന്നു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ കോൾ ആകുന്ന രീതി. ഓക്കെ, അതിന് മുമ്പ് എൻ്റെ പൈച്ചാമിനകത്ത് നമ്മൾ വെർച്വൽ എൻവയോൺമെന്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ വെർച്വൽ എൻവയോൺമെന്റ് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് പൈച്ചാമിന് കോൺഫിഗർ ചെയ്ത് കൊടുക്കണം. ഞാൻ ജസ്റ്റ് അതൊന്ന് കോൺഫിഗർ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല, എന്നാൽ പൈച്ചാം യൂസ് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. ഇതിനകത്ത് പൈച്ചാമിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്റ്റിനകത്ത് പ്രൊജക്ട് ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഇന്റർപ്രറ്ററിനകത്ത് സെറ്റിങ്സ് വന്നിട്ട് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? വെർച്വൽ എൻവയോൺമെന്റ്, കോണ്ടാക്ട് എൻവയോൺമെന്റ്, സിസ്റ്റം ഇന്റർപ്രറ്റർ, പിപ്പ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ വെർച്വൽ എൻവയോൺമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മളൊരു വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ക്രിയേറ്റ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് എന്ത് ചെയ്തു? ഈ 3 കുത്തു കൊടുക്കും. ഓക്കെ, ഇത് നമ്മൾ ശരിക്കും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ മുമ്പ് ആർക്കെങ്കിലും പഴയ വീഡിയോസ് കണ്ട് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ എൻവയോൺ എന്ന് പറയാം, ഹോമിനകത്ത് JKക്കകത്ത് എൻവയോൺമെന്റിനകത്ത് ആർട്സ് MGT എന്ന് പറയുന്നതാണ് നമ്മുടെ ആപ്പ്. ഇതിനകത്ത് പൈത്തൺ ഫയൽ കിടക്കുന്നത് എവിടെയാണ്? ബിന്നിനകത്താണ് പൈത്തൺ ഫയൽ കിടക്കുന്നത്. ഓക്കെ, ഈ പൈത്തൺ ഫയൽ അല്ലെങ്കിൽ പൈത്തൺ 3, പൈത്തൺ 3.6 ഇതിൽ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫോൾട്ട് പൈത്തൺ ആയിട്ട് എന്ത് ചെയ്യും? ഇവരെ കൺസിഡർ ചെയ്യും. ഇതുണ്ടോ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പാക്കേജ് കംപ്ലീറ്റ്, ആ ഒരു പൈത്തണിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പാക്കേജ് കംപ്ലീറ്റ് എന്ത് ചെയ്തു? ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ ഈ എറർ മെസ്സേജ് ഒക്കെ ഇതൊന്ന് ലോഡ് ആയി കഴിഞ്ഞാൽ ഈ എറർ മെസ്സേജ് ഒക്കെ ഷട്ട് ചെയ്ത് മാറും. സോ നെക്സ്റ്റ് വീഡിയോ നമ്മൾ മോഡൽസ് എന്ന് പറഞ്ഞു. അതിന് മുമ്പ് റഫായിട്ട് നിങ്ങൾ വെബ് ഡെവലപ്മെന്റ് പഠിക്കാൻ വന്നിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു HTML വ്യൂ അല്ലെങ്കിൽ ഒരു URL, ഒരു വെബ് പേജ് എങ്ങനെ ലോഡ് ആവുന്നത് കാണിച്ചില്ല മോശമല്ല. സോ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് നെയിം നമുക്കൊരു ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാം. ഡെഫ് ഹലോ വേൾഡ്. ഓക്കെ, ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് ഇത് ചെയ്തു. റിട്ടേൺ ചെയ്യേണ്ടത് എന്താണ്? റിട്ടേൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു HTTP റെസ്പോൺസ് ആണ് കൊടുക്കുന്നത് അല്ലേ? ഒരു റെസ്പോൺസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. HTTP
RESPONSE. HTTP റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ല, ഒരു ക്ലാസ് ആണ്. ആ ക്ലാസ്സിനകത്തോട്ട് ഹലോ ജാങ്കോ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഞാൻ കൊടുക്കണം. അപ്പോൾ യൂഷ്വലി എന്താണ് ഈ ഒരു ക്ലാസ് എവിടെയാണെന്ന് ഞാൻ മെൻഷൻ ചെയ്ത് കൊടുക്കണം അല്ലേ. പൈച്ചാം യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു യൂസ് എവിടെയാണ് ഈ സാധനങ്ങൾ എന്നറിയാൻ എളുപ്പമാണ്. കൺട്രോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ജാങ്കോ ഡോട്ട് HTTP ഇമ്പോർട്ട് HTTP റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഫ്രം ജാങ്കോ ഡോട്ട് HTTP ഇമ്പോർട്ട് HTTP റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യാം, ലോഡ് ചെയ്യാം. അഥവാ ഇത് എനിക്ക് അറിയാവുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇത് അറിയാത്തപ്പോൾ നിങ്ങൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ട്യൂട്ടോറിയൽ 1 നമ്മൾ പകുതിയാക്കിയിട്ടുണ്ട്. ഒരു പോൾസ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, ജാങ്കോ പൈത്തൺ manual.py സ്റ്റാർട്ട് ആപ്പ് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ കണ്ട പോലെ ഈ സാധനങ്ങളെല്ലാം നമ്മൾ കണ്ടു മനസ്സിലാക്കി. റൈറ്റ് എ ഫസ്റ്റ് വ്യൂ. ഫസ്റ്റ് വ്യൂവിൽ എന്താണ് ഇവർ പറഞ്ഞിട്ടുണ്ട്, ഫ്രം ജാങ്കോ ഡോട്ട് HTTP ഇമ്പോർട്ട് HTTP റെസ്പോൺസ്. അത് തന്നെയാണ് നമ്മൾ ചെയ്തത്. ഡെഫ് ഇൻഡെക്സ് ഓഫ് റിക്വസ്റ്റ്, അതിന് പകരം നമ്മൾ ഹലോ വേൾഡ് എന്നൊരു വ്യൂ എഴുതി. പക്ഷേ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞത് ഞങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഏതൊരു വ്യൂ എഴുതുമ്പോഴും ഇറ്റ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 പാരാമീറ്റർ. അതെന്ന് പറയുന്നത് റിക്വസ്റ്റ് ആംഗിൾ. ഓക്കെ, ഏതൊരു വ്യൂ എഴുതുമ്പോഴും അതിൻ്റെ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് റിക്വസ്റ്റ് ആംഗിൾ. ഇല്ലാന്നുണ്ടെങ്കിൽ എറർ അടിക്കും. ആ റിക്വസ്റ്റിനകത്ത് ഞാൻ പറഞ്ഞു ഒരു വേരിയബിളാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള സകല ഡേറ്റയും അതിനകത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതൊരു ഫംഗ്ഷനാണ് ഹലോ വേൾഡ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹലോ വേൾഡ് എന്ന് എഴുതി കാണിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, നമ്മൾ എവിടെ കാണണം, തിരിച്ച് URS.py വന്നു. URS.py നമ്മൾ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യണം, ഒരു എംപ്റ്റി സ്ട്രിങ് അടിക്കണം. എംപ്റ്റി സ്ട്രിങ് ആണെന്നുണ്ടെങ്കിൽ ഏത് ഫംഗ്ഷനാണ് കോൾ ചെയ്യേണ്ടത്, ഞാനിവിടെ വെച്ചിരുന്ന ഹലോ വേൾഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് കോൾ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഹലോ വേൾഡ് എന്ന ഫംഗ്ഷൻ എവിടെയാണ് ശരിക്കും കിടക്കുന്നത്, ഫ്രം ഇവന്റ് ഡോട്ട് വ്യൂസ് ഇമ്പോർട്ട് ഹലോ വേൾഡ്. അപ്പോൾ എന്താണ് സെറ്റിംഗ്, നമ്മൾ കണ്ടു ഇവിടുന്ന് പൈത്തൺ manual.py റൺ സെർവർ ഓൾറെഡി റൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റൺ സെർവറിലോട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മളിവിടെ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, നേരെ ഈ ഒരു URS.py വന്ന് നോക്കും. URS.py വന്നു കഴിയുമ്പോൾ നമ്മൾ വിട്ട പോലത്തെ ഒരു URI ഇവിടെ കണ്ടു. ആ URI കണ്ടു കഴിഞ്ഞാൽ നേരെ ഈ ഫംഗ്ഷനോട്ട് പോകാനായ അർത്ഥം ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന HTTP റെസ്പോൺസ് ആണ്. അതിനകത്ത് ഹലോ ജാങ്കോ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഊഹിക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഹലോ ജാങ്കോ വരും. ഓക്കെ, ഇത്ര സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര സിമ്പിളായിട്ടൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഹലോ വേൾഡ് കണ്ടു, റിട്ടേൺ HTTP റെസ്പോൺസ്, ഹലോ ജാങ്കോ, ഈ കാര്യങ്ങളെല്ലാം സെറ്റാണ്. ഫൈൻ, ഇതൊരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ റിക്വസ്റ്റ് ഒബ്ജക്റ്റിൽ എന്ത് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ കാണാം. ഒരു സാമ്പിൾ HTML പേജ് എങ്ങനെ ലോഡ് ചെയ്യും, ഇത് സ്വാഭാവികമായിട്ട് വരുന്നൊരു ഡൗട്ടാണ്. അപ്പോൾ ഇവൻ്റ് എന്ന് പറയുന്നത് ഞാനൊരു HTML പേജ് ലോഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ടെംപ്ലേറ്റ്സ് എന്ന പേരിലൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. പേര് ശ്രദ്ധിച്ചോണം, പേരെന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ടെംപ്ലേറ്റ്സ്. ഓക്കെ, ഇതിനകത്ത് ഞാൻ index.html എന്ന് പറയുന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ജാങ്കോ അതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തപ്പോഴേ ഓട്ടോമാറ്റിക്കലി കുറച്ച് കണ്ടൻസ് വന്നു. ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാണ്, ഇവിടെ ഞാൻ എംപ്റ്റി സ്ട്രിങ് അടിച്ചപ്പോഴായിരുന്നു ഹലോ വേൾഡ് വന്നത്. അതിന് പകരം ഞാൻ ഹലോ വേൾഡ് എന്നടിക്കുന്ന സമയത്താവണം ഈ ഹലോ വേൾഡ് വരുന്നത്. ഏതാ, നമ്മളിപ്പോൾ HTML പേജ് ക്രിയേറ്റ് ചെയ്ത് അവിടെ കയറിട്ട് ഈ ഹലോ വേൾഡ്, ഇപ്പം നമ്മൾ എംപ്റ്റി സ്ട്രിങ് അടിച്ചപ്പോഴാണ് ഇവിടെ ഹലോ വേൾഡ് വന്നു. ആ URL മാറ്റി ഇവിടെ നമ്മൾ ഹലോ വേൾഡ് എന്നടിച്ചു. ഹലോ വേൾഡ് എന്നടിച്ചു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, ഇപ്പോൾ ഇവിടെ എംപ്റ്റി ആയിട്ടൊരു URL വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു,
ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ പേജ് നോട്ട് ഫൗണ്ട് 404. എന്താ പറയുന്നത്, ഈ എറർ വായിച്ചു നോക്കുക. യൂസിങ് ദ URL കോംസ് ഡിഫൈൻഡ് എറ്റ് ഈ ഒരു സംഭവം ജാങ്കോ ട്രൈഡ് ദീസ് URL പാറ്റേൺസ് ഇൻ ദിസ് ഓർഡർ. ആദ്യം അഡ്മിനെ ട്രൈ ചെയ്തു, പിന്നെ ഹലോ വേൾഡ് ട്രൈ ചെയ്തു. ഇതിലൊന്നും നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു URL കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ദ empty path doesn't match any of these. ഈ പാത്ത് empty path എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇവിടെ ഞാൻ ശരിക്കും 1 2 3 എന്ന് കൊടുത്താണെങ്കിൽ അവിടെ വന്നേനെ. ദ കറണ്ട് പാത്ത് 1 2 3 4 3 ഡിഡ്ന്റ് മാച്ച് വിത്ത് എനി ഓഫ് ദീസ്. അപ്പോൾ എന്താണ്, ഒരു പേജിലേക്ക് കാണിക്കുന്ന പേജാണ് 404 പേ നോട്ട് ഫൗണ്ട്. ഇതിന് പകരം ഞാൻ എന്ത് ചെയ്തു, HELL.WORLD/ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ഈ പാറ്റേണും ഇവിടെ വന്നിരിക്കുന്ന URLും ഇവിടെ വന്നിരിക്കുന്നത് സെയിം ആയി. ഈ ഫംഗ്ഷനോട് കോൾ പോയി ഇവിടെ വന്നിരിക്കുന്ന റെസ്പോൺസ് എന്താണോ അത് പ്രിന്റ് ചെയ്യും. ഇസ് എ ക്ലിയർ? ഇവരുടെ പറഞ്ഞിരിക്കുന്ന അടുത്ത് എന്താണെന്ന് നോക്കാം. ഈ URLs.py കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് അഡീഷണലി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇൻക്ലൂഡ് ഫംഗ്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മെല്ലെ വരാം. ഫൈൻ. ഈ റൺ സെർവറുടെ പാത്തിന്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ട്യൂട്ടോറിയലിന്റെ സെക്കൻഡ് പാർട്ടിലോട്ട് പോവാണ്. ഇവരുടെ ഡാറ്റാബേസ് സെറ്റപ്പ് ചെയ്യുന്ന കാര്യമാണ് അവർ പറയുന്നത്. ഫൈൻ. ഞാൻ അതിന് മുമ്പ് നിങ്ങൾ വെബ് ഡെവലപ്മെന്റ് പഠിക്കാൻ വന്നതുകൊണ്ട് ഒരു കാര്യം കൂടെ ഇതിൻ്റെ അടുത്ത് ആഡ് ഓൺ ചെയ്യാണ്. ഓക്കെ, ഡെഫ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. സെയിം ഒരു വ്യൂ തന്നെയാണ് ഞാൻ എഴുതുന്നത്, പക്ഷെ ഒരു ടെംപ്ലേറ്റ് റെൻഡർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം റിക്വസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇവിടെ ആദ്യം കൊടുക്കണം. റിട്ടേൺ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? ഇവിടെ ഓൾറെഡി റെൻഡർ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം ഇവിടെ റെൻഡർ എന്നൊരു ഫംഗ്ഷൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടിയാണ്? ഒരു ടെംപ്ലേറ്റിനെ പെട്ടെന്ന് റെൻഡർ ചെയ്യാൻ വേണ്ടിയാണ് ഈ റെൻഡർ എന്ന ഫംഗ്ഷൻ ഇരിക്കുന്നത്. ഫൈൻ. ഓക്കെ, നമ്മളിവിടെ ഓൾറെഡി ഒരു ടെംപ്ലേറ്റ്സ് എന്ന ഫോൾഡറും അതിനകത്ത് index.html എന്ന് പറഞ്ഞ ഫയലും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബേസിക് ടെംപ്ലേറ്റ് വന്നിട്ടുണ്ട്. ഐ വിൽ പ്രിഫർ യു ടു യൂസ് ബൂട്ട്സ്ട്രാപ്പ് ബിക്കോസ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് സൈറ്റിലെ പ്യുവർ വെറുതെ ഒരു HTML പേജ് കാണിക്കാതെ എന്തെങ്കിലും കുറച്ച് വൃത്തിയായിട്ട് കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു വെറുതെ ബ്ലാങ്ക് ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ബൂട്ട്സ്ട്രാപ്പിന്റെ 2 ഫയൽസ് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ തന്നെ പേജ് വൃത്തിയായി കിടക്കും. സോ ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു പേജ് ബ്ലാങ്ക് പേജ് ക്രിയേറ്റ് ചെയ്തിടാമെങ്കിലും ഐ ട്രൈ ടു മേക്ക് ഷുവർ ദാറ്റ് ഈസ് ഫോളോയിങ് ബൂട്ട്സ്ട്രാപ്പ്. സോ W3 സ്കൂൾസിനകത്ത് ഞാൻ ബൂട്ട്സ്ട്രാപ്പ് 4 ലോഡ് ചെയ്യണം. അപ്പോൾ W3 സ്കൂൾസിനകത്ത് എന്ത് ചെയ്യുന്നു, ഒരു ട്രൈ ഔട്ട് എക്സാമ്പിൾ എടുക്കും. ഓക്കെ, ഇതിനകത്ത് കാണുന്ന കണ്ടന്റ് എന്താണോ ആ സിറ്റീസ് ഞാൻ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. ക്ലോസ്. ഫൈൻ. അപ്പോൾ എന്താണ്, ഇവിടെ ഈ ഒരു കണ്ടന്റ് ആണ് വരുന്നത്. അപ്പോൾ എന്താണ്, ഈ ഒരു കണ്ടന്റ് നമുക്ക് അവിടെ കാണാൻ പറ്റണം. എവറിത്തിങ് ഈസ് കറക്റ്റ്. ഫൈൻ. അപ്പോൾ ഈ ടെംപ്ലേറ്റിനെ എങ്ങനെ റെൻഡർ ചെയ്യും? ആ ടെംപ്ലേറ്റിനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് റെൻഡർ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ റെൻഡർ എന്ന ഫംഗ്ഷനൊരു പാറ്റേൺ ഉണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേ റിക്വസ്റ്റ് ഒബ്ജക്റ്റ് അതുപോലെ പാസ് ചെയ്യുക. രണ്ടാമത് ടെംപ്ലേറ്റ് നെയിം പാസ് ചെയ്യുക. പിന്നെ കോൺടെക്സ്റ്റ് ടൈപ്പ് അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട്. എനിവേ വി ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് ഇറ്റ്. റെൻഡർ എന്ന ഫംഗ്ഷനകത്ത് ആദ്യത്തെ റെൻഡർ നമുക്കറിയാം. തൽക്കാലം അത് മാത്രം റൺ ചെയ്ത് നോക്കാം. റിക്വസ്റ്റ് എന്ന് പറയുന്ന സാധനം കൊടുത്തു. രണ്ടാമത് നമ്മുടെ ടെംപ്ലേറ്റിന്റെ പേരെന്താ? ആ ടെംപ്ലേറ്റിന്റെ പേര് ഈ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് എവിടെയാണ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ സാധാരണ രീതിയിൽ ഈ പ്രോജക്റ്റിൽ എവിടെയാണെന്നുള്ളതാണ് കൊടുക്കുന്നത്. പക്ഷെ ടെംപ്ലേറ്റിന്റെ പേര് കൊടുക്കുമ്പോൾ എപ്പോഴും ഈ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് എവിടെയാണ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഞാൻ ഡയറക്റ്റ് index.html എന്നാണ് കൊടുക്കുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് ഇൻഡെക്സ് ഫയൽ. ഞാൻ ഇത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എവിടെ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഒന്നുമില്ല, empty ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻഡെക്സിനെ വേണം ലോഡ് ചെയ്യാൻ. ഇൻഡെക്സ് എവിടെയാണ് ഞാൻ ലോഡ് ചെയ്യേണ്ടത്? ഇവിടുന്നാണ് ഞാൻ ഇൻഡെക്സ് ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ഫൈൻ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, URLs ഓക്കെ, URL എന്താ python-manual.py റൺ സെർവർ റണ്ണിങ് ആണ്. സോ ഐ വിൽ ട്രൈ just put an enter. Wow, as simple as that. ഒരു HTML ഫയൽ ലോഡ് ചെയ്യാൻ so simple as that. I hope everything is clear. എല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫൈൻ. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഒരു കാര്യം കൂടെ ഞാൻ ഇതിനെ കൂടുതൽ പറഞ്ഞുതരാം. 26 ജൂൺ 2021 14:58. അത് സെർവർ ടൈം. എൻ്റെ ഇപ്പോഴത്തെ ടൈം എന്ന് പറഞ്ഞാൽ 20:28.
ആം GMT പ്ലസ് 5:30 അല്ലേ. IST എന്ന് പറയുന്നത് GMT പ്ലസ് 5:30 ആണ്. നമ്മൾ സെറ്റിങ്സിൽ കണ്ടു, സെറ്റിങ്സിൽ കിടക്കുന്ന ടൈം എന്ന് പറയുന്നത് GMT ആണ്. ഓക്കെ, GMT ആയതുകൊണ്ട് തന്നെ GMT ടൈം ഇപ്പം കിടക്കുന്നത് 2:58:21 വന്ന റിക്വസ്റ്റ് ആണ്. ഇതൊരു ഗെറ്റ് ടൈപ്പ് റിക്വസ്റ്റ് ആണ്. ഗെറ്റ് റിക്വസ്റ്റ് എന്താ, പോസ്റ്റ് റിക്വസ്റ്റ് എന്താണെന്ന് പിന്നീട് പറഞ്ഞുതരാം. റിക്വസ്റ്റ് വന്നിരിക്കുന്നത് സ്ലാഷ് എന്ന് പറഞ്ഞ URLോട്ടാണ് റിക്വസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് MT URIലോട്ടാണ് വന്നിരിക്കുന്നത്. HTTP 1.1 ആണ് റിക്വസ്റ്റ് പ്രോട്ടോടൈപ്പ്. ഐ മീൻ റിക്വസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് HTTP 1.1 ആണ്. യു ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് ദാറ്റ്. അത് ബ്രൗസറാണ് തീരുമാനിക്കേണ്ടത്. ബ്രൗസറും സെർവറും ഒക്കെയാണ് തീരുമാനിക്കേണ്ടത്. അത് പിന്നീട് മനസ്സിലാക്കാം. ഫൈൻ. പിന്നീട് വന്നിരിക്കുന്ന ഈ 200 എന്ന് പറയുന്നത് റിട്ടേൺ സ്റ്റാറ്റസ് ആണ്. ഓക്കെ, റിട്ടേൺ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മീൻസ് ഇത് ഒരു വെബ് പേജ് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു HTML കണ്ടന്റ് മാത്രമല്ല, നമ്മൾ അസോസിയേറ്റ് ചെയ്ത് വേറെ കുറേ ഡേറ്റാസ് കൊടുക്കുന്നുണ്ട്. അതിലൊന്നാണ് ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, HTTP സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇഫ് എവരിത്തിങ്, ഞാൻ മുമ്പേ 404 എന്ന് പറഞ്ഞ പേജ് കാണിച്ചപ്പം അതിനകത്ത് നിങ്ങൾക്ക് കണ്ടായിരുന്നു പേ നോട്ട് ഫൗണ്ട് 404. ഇങ്ങനെ URL എനിക്കില്ലെന്ന് ഉറപ്പാണ്, കാരണം ഞാൻ ഇങ്ങനെ URL ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പേ നോട്ട് ഫൗണ്ട് 404 ഇതെന്ന് പറഞ്ഞാൽ വെബിന്റെ സ്റ്റാറ്റസ് ആണ് 404. 404 മീൻസ് അങ്ങനെ ഒരു പേജ് ഇല്ല. ഇവിടെ കണ്ടത് 200 കണ്ട 404 ആണ് ഇതിന്റെ സ്റ്റാറ്റസ്. 200 എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഈസ് ഓക്കെ എന്നാണ് എൻ്റെ അർത്ഥം. നോട്ട് ഫൗണ്ട് ഇപ്പം എന്താണ്, നമ്മളിപ്പം വിളിച്ച റിക്വസ്റ്റ് ആണ് 2:30 ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 3 മണിയായി. 2:30 അല്ല, സോറി 7:30 ഇല്ല 20 എന്ന് പറയുമ്പം ഹോപ്പ്ഫുള്ളി സംടൈം എനിവേ 8:30 ഇവിടെ എന്തായി 3 ആയി. 3 + 5:30 എന്ന് പറയുന്നത് 8:30. ഫൈൻ. അപ്പം ഇതാണ് ഓരോന്നും ഇവിടെ ലോഗ് കാണിക്കുന്നത് എന്താണെന്നുള്ളത്. ഇതാണ് സംഭവം. ഈ ലാസ്റ്റ് തിങ് യു ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് ദാറ്റ്. ഫൈൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ഒരു ഫസ്റ്റ് HTML പേജും ഒരു ഫസ്റ്റ് സാധാ വ്യൂവും നമ്മൾ ഉണ്ടാക്കാൻ പഠിച്ചു. ഓക്കെ, അടുത്ത നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഉറപ്പായിട്ടും മോഡൽസ് ആണ്. ഫൈൻ.